ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെങ്കിൽ നമ്മൾ കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടാം. വലുതായിട്ടൊന്നുമില്ല, കുഞ്ഞൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലാക്മിയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിക്കണേ സാധനം ഞാൻ യൂസ് ചെയ്യലില്ല, പക്ഷെ താത്തയാണ് ലാക്മിയുടെ കൂടുതൽ യൂസ് ചെയ്യല്. ഞാൻ ലാക്മി പോയിട്ട് ഒന്നും യൂസ് ചെയ്യലില്ല. അങ്ങനെ മുഖത്ത് ഞാൻ ക്രീമായിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല, അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യില്ല. അല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ മറ്റേ വല്ല അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അപ്പോൾ കേട്ടാലോ ഗൈസ്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ സ്വയം തരാതെ ഒരെണ്ണം ഇവിടെ കിടന്ന് പാട്ട് പാടുന്നത് വേറെ ഒന്നുമില്ല, എൻ്റെ സിസ്റ്ററാണ്, മുത്ത താത്തയാണ്. അവളവിടെ കിടന്ന് പാട്ട് പാടിക്കോട്ടെ, നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇമ്മൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് നമ്മൾ എഴുതിയത്. സൗണ്ട് ഫുള്ളും പോയിക്കണം കേട്ടാ, അതാണ് സംസാരിക്കാൻ പറ്റാതിരിക്കണം. ഇമ്മൻ്റെ ഒരു ഐലൈനർ എഴുതിയിരിക്കണം. അത് ഞാൻ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇതുള്ള ഒരു ഐലൈനറാണ്. ഇപ്പം ഒരു പൗഡർ ഇട്ടിട്ട് ഞാൻ പോകല്, വേറെ ഒന്നും ഇടലില്ല. സത്യം പറയാലോ, ഒരു ഇമ്മൻ്റെ ഒരു ഐലൈനർ ഇടും, പൗഡർ ഇടും, കുഞ്ഞ് ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇടും, വേറെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ അതന്നെ ഉള്ളൂ. പിന്നെ ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കും ഞാൻ ഇട്ടുണ്ട്. ഇതന്നെ ഉമ്മച്ചി അമ്മ ഇത് ഒരു ഇമ്മൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് അതിൻ്റെ ശേഷം ഉമ്മ വന്നിട്ട് പറഞ്ഞു, ഇനിയും താത്ത വന്നിട്ട് പറയാം, താത്ത ലിപ്സ്റ്റിക്ക് തെറി വെച്ചിട്ട് എന്നാൽ ഓളങ്ങനെ ഇടില്ല. അപ്പം ഞാൻ കറക്റ്റാക്കി അപ്പോൾ എന്താണ് അതിൻ്റെ ഇടയിൽ ക്യാമറ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുന്ന ട്രൈപ്പോഡിൽ വെച്ചിരിക്കണ്. അപ്പോൾ ആ ട്രൈപ്പോഡ് ചിലപ്പോൾ കാറ്റ് നല്ല കാറ്റാറ്, എൻ്റെ ഇവിടെ നല്ല കാറ്റാണ്, ബർത്ത്ഡേ ആയതുകൊണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് ചിലപ്പോൾ വീഴും. അപ്പോൾ ഈ വീഴാൻ പോയപ്പോൾ ഞാൻ പിടിച്ചിരുന്നില്ല, അതുണ്ടായി. അപ്പോൾ ഡാസ്ലറിൻ്റെ ഏതോട്ട് ശരിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് പിന്നെ ഞാൻ മുടി ഇട്ടിട്ട് വരണ്ട്. അപ്പം എന്നോട് കുറേ കേൾക്കലുണ്ട്, മുടി കാണിച്ചു തരുമോ, മുടി കാണിച്ചു തരുമോ. അതായിക്ക് അത്ര മുടിയൊന്നുമില്ല, കുറച്ച് മുടിയുള്ളൂ. ഇത് ഞാൻ വിട്ടിട്ട് അത്ര മുടിയാണ് അയക്കണം. മുടിയൊക്കെ കെട്ടി ഇഷ്ടമില്ലാത്ത ക്ലിപ്പാണ്, അതാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ മുഖത്ത്. ഉമ്മയാണ്, ഉമ്മ ഇട്ടാൽ മതി വരട്ടെ, സ്കാഫ് എല്ലാം ഇട്ടാൽ മതി വരട്ടെ. പിന്നെ ഇത് ഈ ഒരു ഷാളിന് പല കളറും ഉണ്ട്. ഇതിൻ്റെ 3-4 കളർ ഷാളിന്. ഈ ഒരു ഷാളിനാണ് ഇവിടെ എല്ലാവരും തല്ലൂടൽ. അതുകൊണ്ട് ഈ ഒരു ഷാളിൻ്റെ 3-4 ഉണ്ട് ഇതിന്. അപ്പം അതിൽ വേറെ പുതിയൊരു ഷാൾ എടുത്തിട്ട് ഞാൻ കമ്മലിട്ടുണ്ടെങ്കിൽ ഈ ലുക്ക് കറക്റ്റാകും. അങ്ങനെ ഒരു കമ്മലിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ പലതും ഉണ്ടാവും. റൂമിൽ കയറിയേ പറ്റില്ല, റൂമിൽ കയറിയാൽ താത്ത പഠിപ്പിയായതുകൊണ്ട് ഓള് കേടുന്ന ഫുള്ള് അലറ റിച്ച് അതിർത്തായി ഞാൻ നല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ടെറസിന് മുകളിൽ കഴിച്ചപ്പോൾ അതാണ് വോയിസ് ഓവർ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളുണ്ടാവും. വല്ല കിളിയുടെ കാക്കയുടെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവും. രാത്രി മറ്റേ പെറുക്ക അതിൻ്റെ സൗണ്ട് ഫുള്ളും ഇവിടെ കൂടുതലാണ്. അത് ഞാൻ പറഞ്ഞു, ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ 2 അമ്പലുണ്ട്, ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം ഇതിൽ. അപ്പം ഞാനും ഈ കമ്മൽ താത്ത ഇടൂല പറഞ്ഞോണ്ടേ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓളെ സ്വന്തമാണ് ആ കമ്മൽ. അപ്പം ഞാൻ ആ കമ്മൽ എടുത്തിട്ട് 2 കമ്മലെടുത്തിട്ട് അപ്പം ഈ കമ്മലൊക്കെ ഇട്ടിട്ടുള്ള ഹിജാബില്ല ഫുൾ ഔട്ട്ലുക്കിൻ്റെ ഉള്ളൊരു വീഡിയോ ഉണ്ട്, അത് പോയി കാണാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഹിജാബ് ഫുള്ള് ചെയ്തിട്ടുള്ള വീഡിയോ സ്റ്റൈലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കാണിട്ടാൽ പോയിട്ട് ബാക്കി